ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വമൊപ്പം, അങ്ങയ്ക്ക് മഹത്വമൊപ്പം. കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകൾ വിരിച്ചു പണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രമൊപ്പം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം കർത്താവേ. ആമേൻ. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കുറിച്ചുപ്പാൻ ദൈവമായ കർത്താവിനെ ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവരിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ടവരെത്രയോ പേർ. ഇന്ന് എന്ന് പ്രഭാതമില്ലാതെ അനേകർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴൊക്കെ കർത്താവ് നമ്മളായിരുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ കാത്തു സൂക്ഷിച്ച പ്രിയപ്പെട്ടവരെ പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളുടെ ആരുടെയും പുണ്യപ്രവർത്തികളോ നീതിപ്രവർത്തികളോ ഒന്നും അല്ല. പുണ്യവും കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ നമുക്ക് എന്താ പ്രിയരെ പറയുവാനായിട്ടുള്ളത്? ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ഒരു ചെറിയ ഒരു ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കിടുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் രക്ഷകருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, கடந்த ராத்திரி முழுவதும் தேவனாகிய கர்த்தர் தாமே நம்மை கண்மணி போல பாதுகாத்தார் அல்லவா? நிச்சயமாகவே ஹல்லேலூயா. ஒரு புதிய நாளை தேவன் நமக்கு கிருபையாக அருள் செய்தார். கர்த்தர் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்துங்க. அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு பிரியமானவர்களே. ஆனபடி நாளை ஒவ்வொரு விடவும் பரிசுத்தத்தோடு கூட தேவனை தொழுதுகள் அவருடைய சமூகத்தில் வருவோமா? 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியில் நான் உண்டு என்று ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். பிரியமானவர்களே, சந்தோஷத்தோடு கூட மகிழ்ச்சியோடு கூட தேவனை நம்ம தொழுது கொள்வோமா? கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. நமக்கு யாவருக்கும் தெரிந்த ஒரு பழைய ஒரு மலையாள பாடல் ஒன்று நம்ம சில அடிகள் பாடி தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். கர்த்தர் உங்களை அனைவரையும் ആശീർവദിപ്പാരാക. നമുക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികൾ മാത്രം ഈ പ്രഭാതത്തിൽ എന്ന പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വരുവാനുള്ളവരും കടന്നു വരട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെന്റെ മനമേ. മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെന്റെ മനമേ. മരത്തിൻ കൊമ്പിൽ ഇരിക്കും പക്ഷി ഉരയ്ക്കും ശബ്ദം അതുക്കേ. ഉറക്കം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടി സ്തുതിക്കാം. ഉറക്കം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടി സ്തുതിക്കാം. പരനേശുതാൻ അതിരാവിലെ തനിയെ ഒരു വനത്തിൽ
പരനേശുതാൻ ആതിരാവിലെ തനിയെ ഒരു വനത്തിൽ പരിചോടുണർന്നെഴുന്നു പ്രാർത്ഥിച്ചതു നീ ചിന്തിച്ചിടുക. പരിചോടുണർന്നെഴുന്നു പ്രാർത്ഥിച്ചതു നീ ചിന്തിച്ചിടുക. ഒരു വാസരം ഉഷസായപ്പോൾ പീലാത്തോസിന്റെ അരികിൽ, ഒരു വാസരമുഷസായപ്പോൾ പീലാത്തോസിന്റെ അരികിൽ പരനേശുവോരച്ചം പോൽ നിന്ന നില നീ ചിന്തിച്ചിടുക. മനമേ പക്ഷി ഗണങ്ങളുണർ നിത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയോ ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ പന്നപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകാൽ ഞങ്ങളുടെ FB പേജ് അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവെ, തിരുവചനം കേൾക്കുന്നതനുസരിച്ച് കർത്താവ് ഉലകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം വിളിച്ചറിയിക്കുന്നതനുസരിച്ച് ഈ പേജിലായിരിക്കുന്ന ദൈവജനവും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ്. ആരെല്ലാം വചനം കേൾക്കുവാൻ കടന്നു വരുന്നു, അവരിൽ ദൈവത്തിന്റെ ക്രിയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ ക്രിയ ചെയ്യുമാറാകട്ടെ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എല്ലാവർക്കും നന്മയായി, അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും ദുഃഖിതരായി, നിരാശരായി കഴിയുന്നു എങ്കിൽ കർത്താവേ, ദൈവത്തിന്റെ ദയവ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ അല്ല പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. വചനം കർത്താവെ ഘോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്താട്ട് അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ധാരാളം പേരുണ്ടാവണം, അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ, അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവരെത്രയോ പേർ പുതിയ ദിവസത്തിന്റെ പ്രഭാതമില്ലാതെ അനേകർ മരിച്ച് മൺമറഞ്ഞൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോഴും കർത്താവിന്റെ കൃപയിലും കരുണയിലും നമുക്കായിരിക്കാൻ പ്രിയരെ ദൈവം നമ്മെ സഹായിച്ചല്ലോ, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉറങ്ങുവാനുള്ള സമയമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു, ഈ ആന്റിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന്, പകലും പ്രസംഗം രാത്രിയും വെളുപ്പിനെയും ആരംഭിച്ചോ എന്ന. ഈ പേജൊക്കെ ആരംഭിച്ച കാലങ്ങളിൽ വെളുപ്പിനെ തന്നെ ഞാൻ ഒരു 1.5 വർഷത്തോളം മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അനേകായിരങ്ങൾ നമുക്ക് വചനം നൽകുവാനായി കടന്നു വന്നപ്പോൾ അല്പം ഞാനൊന്ന് മാറ്റിവെച്ച സമയങ്ങളാണ്. എന്നാൽ വീണ്ടും കർത്താവിന്റെ വചനവുമായി നിൽക്കുന്നതിന്റെ കാരണം ഏത് നിമിഷവും കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാം. പ്രിയ സഹോദരങ്ങൾ, ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരണം. ഇന്ന് ഒരു അല്പ നിമിഷം ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിൽ ദൈവിക ദർശനം. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ ദൈവിക ദർശനം. എങ്ങനെയാ കഷ്ടതയുടെ നടുവിൽ ദൈവിക ദർശനം പ്രാപിക്കുന്നത് തന്നെ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കൊക്കെ കഷ്ടതയുള്ളവരാ, പലപ്പോഴും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ നാം എല്ലാവരും. എന്നാൽ പ്രിയ ദൈവമക്കളെ, കഷ്ടതയുടെ നടുവിലും ദൈവിക ദർശനം പ്രാപിക്കുക എന്നത് ഒരല്പ
അല്പം പ്രയാസമുള്ള കാര്യമാണ്. അതെങ്ങനെയായിരിക്കും? തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ കഷ്ടനേരങ്ങളിൽ കഷ്ടതകളിലൂടെ കടന്നുപോയി ദർശനം പ്രാപിച്ചവർ, ദൈവത്തോട് സംസാരിച്ചവർ, ദൈവത്തെ കണ്ടുമുട്ടിയവർ, ഹല്ലേലൂയ, മുഖാമുഖമായി കർത്താവുമായിട്ട് സംസാരിച്ച വ്യക്തികളെയൊക്കെ നമുക്ക് വചനത്തിലൂടെ കാണുവാനായി കഴിയും. പ്രഭാതത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് നന്മയും അനുഗ്രഹവുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കർത്താവിൽ അത് വിശ്വസിച്ചേറ്റെടുത്താട്ടെ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവൻ ഉള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം യോഹന്നാന് ദൈവം കൊടുത്ത ആ ദർശനത്തിലൂടെ യോഹന്നാന്റെ വാക്കുകൾ നമുക്കിവിടെ കാണുവാനും കേൾക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, കർത്താവിന്റെ അരുമ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പ്രൈസ് ദി ലോർഡ് കണ്ട ദർശനമാണിത്. ആ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ AD 81 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനും കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ തളർന്നു പോയില്ല എന്നത് നമുക്ക് അവിടെ ഓർമ്മിക്കുവാനായിട്ട് സാധിക്കും. എവിടെയാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറ് തീരത്ത് നിന്നും 35 മൈൽ അകലെ ഈജിപ്ഷ്യൻ സമുദ്രത്തിൽ വിജനവും പാറക്കെട്ടുകളാലും നിബിഡമായ ഒരു ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ് എന്ന് നമുക്ക് കാണുവാനും കേൾക്കുവാനായി സാധിക്കും. പ്രിയ ദൈവ പൈതലെ, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, തിളപ്പിച്ച വെള്ളത്തിൽ മുക്കുക, രണ്ടാമതായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് നാടുകടത്തുക എന്നതാണ്, പിന്നെയോ കുരിശിൽ തറയ്ക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പണിഷ്മെന്റ് അഥവാ ശിക്ഷാ നടപടികൾ എന്നത് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പത്മോസിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളാൽ നിറയപ്പെട്ട ഒരു ദ്വീപാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. 4 ചുറ്റും സമുദ്രം, പാറക്കെട്ടുകൾ. അവിടേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ വന്യമൃഗങ്ങൾ, ഘോരം മൃഗങ്ങൾ ഉള്ളതിനാൽ ഒരുവനും തിരികെ വരുവാൻ സാധ്യമല്ല. എന്നാൽ പ്രിയമുള്ള ദൈവ പൈതലെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ യോഹന്നാനെ ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി, പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ, താൻ ഇവിടെ ആ ഏകാന്തതയിലും കർത്തൃ ദിവസത്തിൽ എന്താ ആത്മവിവശനായി എന്നാണ് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു ദർശനമാ, ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയാ, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടതയിൽ യോഹന്നാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. പ്രിയരെ, പ്രതികൂലങ്ങളിൽ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയ ദൈവ പൈതലെ, കർത്താവിനോട് അടുക്കുകയാണ് വേണ്ടിയത്. ഒരു പടി കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അപ്പോഴാണ് നമുക്ക് ദർശനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് നമുക്കൊരു കഷ്ടം വരുമ്പോൾ വിട്ടിട്ട് പോകരുത്, ഓടിപ്പോകരുത്. ദൈവ പൈതലെ, കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. അങ്ങനെ നമ്മൾ അകന്നു പോയാൽ ആ കഷ്ട നേരത്തിൽ നമുക്ക് ദർശനം പ്രാപിക്കുവാനോ, ദൈവത്തിന്റെ മുഖം കാണുവാനോ, ദൈവമായിട്ട് നമുക്ക് സംസാരിക്കുവാനോ, ദർശനങ്ങളെ കാണുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. ആകയാൽ ദൈവമക്കളെ, പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാൻ ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവിക ദർശനം പ്രാപിച്ചവനായിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ കുറിച്ചൊക്കെ ദർശനം പ്രാപിച്ച് അല്ലെങ്കിൽ ദർശനം കാണുകയായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവ പൈതലെ, എന്നീ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ച് പറയട്ടെ, പ്രതിസന്ധികൾ അധികരിക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകരുത്, മാറിപ്പോകരുത്. നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ അരികിലേക്ക് അടുത്തു വരണം. അപ്പോഴാണ് നമുക്ക് ദർശനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവങ്ങളെ, മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ.
ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ ഈ വായിച്ചു കേട്ടത് ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണിത്. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിന്റെ വാക്കുകൾ. ഹല്ലേലൂയ. യെശയ്യാവ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോഴാ യെശയ്യാവ് ഒരു കാര്യം മനസ്സിലാക്കിയത്. എന്താണെന്നറിയാമോ? അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. പ്രിയ ദൈവ പൈതലെ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന സഹോദരി, സഹോദര, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാ നമ്മുടെ കടന്നകാല ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതാ. കർത്താവിൽ നിന്നും നന്മകൾ പ്രാപിക്കുമ്പോഴാ, ദർശനം പ്രാപിക്കുമ്പോഴാ, അഭിഷേകം പെറ്റുകൊള്ളുമ്പോഴാ ദൈവ പൈതലെ നമ്മുടെ കടന്നകാല ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതാ. ഇവിടെ യെശയ്യാവ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ യെശയ്യാവിനും ഒരു കാര്യം മനസ്സിലായി. ഓ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. ലോകത്തിന്റെ മുൻപിൽ ഒരു പക്ഷേ മാന്യനായി കാണപ്പെടാം. വൈറ്റ് ഷർട്ട്, വൈറ്റ് മുണ്ട്, ഇതെല്ലാം മുട്ടിത്തിട്ട് നല്ല ജമ്മെന്ന് ചിലരൊക്കെ നടന്നു വരാറില്ലേ? പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിനാഴത്തിൽ അത്രയും വെള്ളയല്ല ദൈവ പൈതലേ, അത്രയും അഴുക്കും ചെളിയുമാ. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേകരും അങ്ങനെയാ, വെള്ള പൂശിക്കൊണ്ട് മനുഷ്യന്റെ മുൻപിൽ നടക്കും. പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ദൈവം ഹൃദയത്തെ അറിയുന്നവനാ. ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമാ. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിന് ഉള്ളത്തിനാഴം എന്തെങ്ങനെയാണെന്നുള്ളത് നന്നായിട്ടറിയാം, നന്നായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, യെശയ്യാവ് പറഞ്ഞതുപോലെ അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. അപ്പാ, എന്റെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ അപ്പൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ പൊന്നുമകളായി, അപ്പന്റെ പൊന്നുമകനായി തീരുവാൻ അപ്പൻ എന്നെ സഹായിക്കണമേ എന്ന ഈ പ്രഭാതത്തിൽ ഉണർവോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടി സഹോദരങ്ങളെ കടന്നു വരുവാൻ കഴിയുമോ? യെശയ്യാവിനെ കവിഞ്ഞൊരു പ്രവാചകൻ ഇല്ല പ്രിയരെ. എന്നാൽ യെശയ്യാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ. പ്രിയ ദൈവ പൈതലേ, ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ കുറ്റബോധമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പശ്ചാത്താപമുണ്ടാകും. പ്രിയ ദൈവ പൈതലേ, നമ്മെ അശുദ്ധിയിൽ എത്തിക്കുന്നത് എപ്പോഴും പിശാചിന്റെ ഒരു പോരാട്ടമാണ്, പിശാചിന്റെ പദ്ധതിയാണ്. ആകയാൽ ഹല്ലേലൂയ, ദൈവ പൈതലേ, ചിലപ്പോൾ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സഭകളിലും സമൂഹത്തിലും എല്ലാം പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആരെ തെറ്റിക്കുവാൻ കഴിയും? ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുക എന്നത് ഒറ്റ ലക്ഷ്യമാണ് പിശാചിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മെ തന്നെ ശോധന കഴിക്കാം. കർത്താവേ, എന്നെ പരിശുദ്ധമാക്കണമേ എന്ന്. പ്രിയ ദൈവങ്ങളെ, മറ്റൊരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ യോബിന്റെ, അതായത് ഇവിടെയും നമുക്ക് യെശയ്യാവ് ദൈവത്തെ ദർശിച്ചത്, മുഖാമുഖമായി കാണുവാനായിട്ട് സാധിച്ചത് നമുക്കവിടെ കണ്ടു. എന്നാൽ ഇവിടെ നമുക്ക് പിന്നെയും യോബിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളെ, 42-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. യോബ് നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകലുന്നവൻ. പ്രിയ ദൈവമക്കളെ, ദൈവഭക്തനായിരുന്നു എന്ന നമുക്ക് യോബിന്റെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ദൈവമക്കളെ, യോബിന്റെ കഷ്ടത പോലെ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും പലരും പറയാറുണ്ട്, എന്റെ ആന്റി, എനിക്ക് അങ്ങ് കഷ്ടത മാത്രം ഒഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമില്ല, എപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളുമാ ജീവിതത്തിൽ, ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്ന കണക്കിൽ ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, കഷ്ടനേരങ്ങളിൽ കൂടെയുള്ളൊരു കർത്താവുണ്ട്. നമ്മെ സഹായിക്കുന്ന, നമ്മെ വിട്ടുവെക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ അപ്പന്റെ വലിയ സ്നേഹം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഞാനും ഒക്കെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പിശാച് യോബിനെ കുറിച്ച് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? യോബിനെ പരീക്ഷിക്കാൻ ഒന്ന് വിട്ടുതരാമോ എന്ന്.
അപ്പോ ദൈവം സാത്താനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യോബിന്റെ ജീവനെ മാത്രം നീ തൊടരുത്, നീ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ അവന്റെ ജീവനെ നിനക്ക് തൊടുവാനുള്ള അവകാശം ഇല്ല എന്ന. യോബിന്റെ ശരീരം എന്ന് പറയുന്നത് തന്റെ ദൈവ പൈതലെ യോബ് വ്രണബാധിതനായിരുന്നു. ഏത് നേരം ഓട്ടിൻ കഷ്ണം എടുത്ത് വെച്ചിട്ട് കയ്യിൽ ശരീരമെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം യോബിന്റെ ജീവിതത്തിനുണ്ടായിരുന്നു. മാത്രമല്ല യോബിനെ സംബന്ധിച്ചിടത്തോളം യോബിന് വന്ന കഷ്ടത പോലെ മറ്റാർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ തന്റെ സമ്പത്ത്, ആടുമാടുകൾ, വസ്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. എന്തിനേറെ തന്റെ കുഞ്ഞുങ്ങൾ പോലും യോബിന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ സമയം തന്നെ തന്നോടുകൂടെ ഇരുന്ന് തന്നെ ആശ്വസിപ്പിക്കേണ്ടുന്ന തന്റെ ഭാര്യ പറയുക, ഇനിയെങ്കിലും ഈ ദൈവത്തെ നീ മറന്ന് കളഞ്ഞ ചത്ത് കളക എന്നാണ് യോബിന്റെ ഭാര്യ പറഞ്ഞത്. ഹല്ലേലൂയ, ദൈവ പൈതലേ. എന്നാൽ യോബ് തന്റെ എന്താണ് ആ സമയവും യോബ് ചെയ്തുകൊണ്ടിരുന്നത്? ഹല്ലേലൂയ, തന്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യോബിനൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എന്റെ ദൈവത്തെ കാണും. ഇന്ന് പ്രഭാതത്തിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഓൺലൈൻ മാധ്യമത്തിലുള്ള കുഞ്ഞുങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്കൊരു വിശ്വാസമുണ്ട്, യോബിനെ പോലെ ഞാൻ എന്റെ ദൈവത്തെ കാണും, ഞാൻ എന്റെ അപ്പന്റെ മുഖത്തെ കാണും, ഞാൻ എന്റെ അപ്പനോട് കൂടെ പോകും, എന്റെ അപ്പന്റെ രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. ഇതാണ് ഒരു ദൈവ പൈതന്റെ യഥാർത്ഥ പ്രത്യാശ എന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യോബ് എന്താ പറഞ്ഞറിയാമോ? യോബ് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, നിങ്ങൾ വ്യസനിപ്പിക്കുന്ന സ്നേഹിതൻ നിങ്ങൾ വ്യസനിപ്പിക്കുന്ന സ്നേഹിതൻ എന്നാണ് പറഞ്ഞത്. യോബ് സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിച്ചു. ദൈവം തന്റെ അവസ്ഥകൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവമക്കളെ ഭേദം വരുത്തി. ഹല്ലേലൂയ, തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, കഷ്ടത ഹല്ലേലൂയ വന്നാലും ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും സംഭവിപ്പിക്കരുത്, മരവിപ്പിക്കരുത്. അതായത് പ്രാർത്ഥനയിൽ കുറവ് വരുത്തരുതേ എന്ന ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കുറവും നമ്മുടെ ആത്മീക ജീവിതത്തിന് വരുത്തരുത്. കാരണം ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേ അപ്പോഴും ആ സമയത്തും ഹല്ലേലൂയ, ദൈവ പൈതലേ, കർത്താവിന്റെ പാദപീഠത്തിൽ നീ താണിരിക്കെ. നിന്റെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും, നിന്റെ പ്രയാസങ്ങൾ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ കഷ്ടത മാറിപ്പോകും. പ്രിയ ദൈവ പൈതലേ, ആ കഷ്ട നേരങ്ങളിലും കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. നിനക്ക് നല്ല ദർശനം തരും, നല്ല കൃപകൾ തരും, നല്ല വരങ്ങൾ തരും, നല്ല അഭിഷേകത്തെ കർത്താവ് തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയ ദൈവ പൈതലേ, കഷ്ടതയുടെ തീച്ചുള കടന്നു വന്നപ്പോഴും ദൈവത്തെ മുഖാമുഖം കാണുവാൻ യോബിന് സാധിച്ചു എന്നതാ. ഹല്ലേലൂയ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വത്തും സമ്പത്തും ഒക്കെ പോയിക്കോട്ടെ, സ്വന്തം പെറ്റി വളർത്തിയ മക്കൾ, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരപ്പനും അമ്മയ്ക്ക്, ഏതപ്പനും അമ്മയ്ക്കും ആ ധൈര്യത്തോടുകൂടി ഇരിക്കുവാൻ കഴിയുക? ആ സമയത്തും യോബ് എന്ത് ചെയ്തു? തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല ദൈവമക്കളെ, ഹല്ലേലൂയ, അങ്ങനെ താൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം തന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആകയാൽ ദൈവമക്കളെ, യോബ് കഷ്ടതയിലും ദൈവത്തിന്റെ മുഖം കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് നമുക്ക് ഒറ്റ ഒരു പോയിന്റ് കൂടെ വളരെ പെട്ടെന്ന് തന്നെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവമക്കളെ, അടുത്തത് നമുക്ക് ശലോമോനെ കുറിച്ച 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു. ദൈവമക്കളെ, ശലോമോൻ കെട്ടിയതായ ആ ആലയത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ഹല്ലേലൂയ. ശലോമോൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ആയിരിക്കുമ്പോൾ ദൈവമക്കളെ, അവിടെ എന്താ സംഭവിച്ചറിയാമോ? ആലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്ന 7-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആലയത്തിനകത്ത് തീ ഇറങ്ങി എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, പ്രാർത്ഥനയിൽ വിടുതൽ ഉണ്ടാകണം. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം, രോഗികൾ സൗഖ്യമാകണം. പ്രൈസ് ദി ലോർഡ്, പിന്മാറ്റക്കാർ തിരികെ വരണം, മടങ്ങി വരണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതാണ് പ്രാർത്ഥന, ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാ ഹല്ലേലൂയ വിടുതൽ നമുക്ക് ഉണ്ടാകേണ്ടുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. ആകയാൽ ദൈവ പൈതലേ, എല്ലാവരും ഒരുമിച്ച് പാടി അവിടെ ഒരുമിച്ച് ആ ആലയത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് എന്താ അവൻ പാടിയത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാ. ഇരിക്കുന്ന ഇടത്ത് ദൈവമക്കൾ ഒന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണമേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ,
ആമേൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് പാടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നടത്തിപ്പുകാർ മാത്രമല്ല അവർ പാടിയത്, നടത്തിപ്പുകാർ മാത്രമല്ല പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു വ്യക്തിയെ കൂടെ ദൈവ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, കൊണ്ടുവരുവാൻ ദൈവ പൈതലെ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഇവിടെ ശലോമോന്റെ ആലയത്തിനകത്ത് വന്നവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ നിന്നും തീ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലെ എല്ലാവരും ഒരുമിച്ച് പാടി, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ ലോകം ഇന്നേക്ക് അനേകർക്കും ദർശനം ഇല്ല എന്നതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാഴ്ചയില്ല, കൃപകളില്ല, അഭിഷേകമില്ല. ഇന്നത്തെ നിലവിൽ അങ്ങനെ അവരങ്ങ് മുമ്പോട്ട് പോകുക. എന്നാൽ ദൈവമക്കളെ, ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9:28 ഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും, പത്രോസ് ഉറക്കത്തിൽ പുറപ്പെട്ടു. ഉണർന്ന ശേഷം തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. ദൈവമക്കളെ, നമുക്കറിയാം, ഹല്ലേലൂയ, അവിടെ വിട്ട് നമുക്ക് പിന്നെ കടന്നു വരുമ്പോൾ അങ്ങനെ പല ഭക്തന്മാർ ദൈവത്തെ കണ്ടവരായിട്ടുണ്ട്. ഇവിടെ പത്രോസ് ഉറക്കത്തിൽ പുറപ്പെട്ടു. ഉണർന്ന ശേഷം എന്താ കണ്ടത്? തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. ആകെ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങി. ഹല്ലേലൂയ. കപ്പൽ മുങ്ങുവാൻ പോകുന്നു എന്നതുപോലും അറിയാതെ ഉറങ്ങിപ്പോയി. ഇന്നേക്ക് അനേകരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഉറക്കത്തിലാണ്, പലരും മയക്കത്തിലാണ്. ഉണർന്നിരുന്നാൽ ഹല്ലേലൂയ, ദൈവ പൈതലേ, അതിരാവിലെ സമയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. അതിരാവിലെ സമയം വചനം കേൾക്കുന്നു എങ്കിൽ അത് വലിയ നന്മയാ, അനുഗ്രഹമായിരിക്കും. അന്നേ ദിവസം മുഴുവനും അനുഗ്രഹവും നന്മയുമായി മാറും. ആകയാൽ ദൈവമക്കളെ, ഉറങ്ങിപ്പോകരുത്. ചൂരച്ചെടിയുടെ തണലിൽ നമുക്കറിയാം, ഏലിയാവ് ഹല്ലേലൂയ ഉറങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, ആഹാബിനെയും ഇസബേലിനെയും ഭയന്നിട്ട് താൻ ഓടിപ്പോയി ഒരവസ്ഥ, മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഹല്ലേലൂയ, ഏലിയാവിനോട് ദൈവത്തിന് പറയുവാനുള്ളത്, ഏലിയാവേ, നീ ഉറങ്ങുവാനുള്ള വ്യക്തിയല്ല, നീ മരിച്ചു പോകുവാനുള്ള വ്യക്തിയല്ല. ഓരോപോളം പ്രൈസ് ദി ലോർഡ്, നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ശിംശോൻ ലോകമാകുന്ന ദലീലയുടെ മടിയിൽ തലവെച്ചുറങ്ങി. എന്ത് സംഭവിച്ചു? കൃപകളും വരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു, തന്റെ ജഡ കത്തിരിച്ച് കൊണ്ടുപോയി. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഉറങ്ങിപ്പോകരുതേ. ഉണർന്നിരുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ ഒരുക്കമുള്ളവരായി മാറണം. അതുകൊണ്ട് ശിംശോന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? തനിക്ക് ദൈവം കൊടുത്തിരുന്ന സകല നന്മകളും നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. 1 കൊരിന്ത്യർ 16:13-14 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, ദൈവ പൈതലേ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ആകയാൽ തകർന്നു പോകാതെ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ കഷ്ടനേരങ്ങളിലും കഷ്ടതയിലും ദൈവിക ദർശനം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ്, ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വചനം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് വചനം കേട്ടവർ എല്ലാവർക്കും നന്മയും വിടുതലുമായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കും. കഷ്ടനേരങ്ങളിലും കഷ്ടതയിലും വിടുതൽ പ്രാപിക്കുവാൻ, ദർശനം പ്രാപിക്കുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവകൃപ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഇവിടെ പേജ് അനുഗ്രഹിക്കപ്പെടണം. സ്വർഗീയ നന്മകളെ തന്ന് കർത്താവ് നിറയ്ക്കണം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ. രക്തം കൊണ്ട് കഴുകി അപ്പച്ചൻ മുദ്രണമെന്ന് പ്രാർത്ഥിക്കും. കൃപയാൽ നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഓൺലൈനിൽ കടന്നു വന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നാളെയും എനിക്ക് സമയം ലഭിച്ചാൽ
ഇങ്ങനെ ഇന്ന് ഞാൻ അല്പം ഡിലേ ആയി വന്നതിന് ഒരു കാരണമുണ്ട്. ഒരുപാട് മുൻപിൽ 5-5:30 എന്നൊക്കെ പറയുമ്പോൾ ഉണരാനൊക്കെ ചില ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഡിലേ ആയി വന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ്, പക്ഷേ ഒരല്പം ഒന്ന് സമയം പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ കടന്നു വന്നത്. ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ രാവിലെ നാളെ സമയവും എനിക്ക് സമയം ലഭിച്ചാൽ ഞാൻ കടന്നു വരും. നിശ്ചയമായി നിങ്ങൾക്ക് എല്ലാവർക്കും അതിരാവിലെ സമയം ആത്മീയ മന്ന വചനത്തിലൂടെ ദൈവം അരുളിച്ചേട്ടെ, തരുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകളെ നിങ്ങൾ മാനിക്കത്തക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ നിങ്ങൾ കടന്നു വരിക. അങ്ങനെ ദൈവമക്കളെ, അത് മാത്രമല്ല നമ്മുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റോസ് ഫാമിലിയിൽ നമ്മുടെ പേജ് 2 ഗ്രൂപ്പുകൾ ഇതൊക്കെ ലൈവ് ഉള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും 5 മണിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ 9 മണി, ഈ 2 സമയങ്ങളിൽ നമുക്ക് ലൈവിന്റെ സമയമാണ്. അങ്ങനെ സമയം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അനേകർ വചനം നൽകുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശുശ്രൂഷകളിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരുക. കർത്താവ് വരാറായില്ലേ ദൈവമക്കളെ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവത്തിന് സ്തോത്രം. എന്തോ ആശയിലും സിസ്റ്റർ എന്തോ പറഞ്ഞല്ലോ. സ്തോത്രം. താങ്ക് യു ലിനു, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.